വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്നത്തെ ഒരു വ്ളോഗ് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് ആൻഡ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ വിയറ്റ്നാമിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിട്ടുള്ള ഹൊയാനിലാണുള്ളത്, ദ ലാന്റേൺ സിറ്റി. നിങ്ങളൊരു സ്ഥലം നേരിട്ട് കണ്ട് എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും മുന്നേ ആ ഒരു സ്ഥലത്തോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എൻ്റെ കാര്യത്തിൽ ഹൊയാനാണ് ആ ഒരു സ്ഥലം. ഇവിടെ എത്തുന്നതിന് കുറേ നാൾ മുന്നേ ഹൊയാനെ കുറിച്ച് വായിച്ചും ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടും ഒത്തിരി എക്സൈറ്റ്മെന്റ് കൊണ്ടും ഇഷ്ടത്തോടും കൂടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഹൊയാൻ ഏൻഷ്യൻ ടൗൺ സെൻട്രൽ വിയറ്റ്നാമിലാണുള്ളത്. ഈ കാണുന്ന തുബോൺ റിവറിന്റെ തീരത്ത് 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്മോൾ സ്കെയിൽ ട്രേഡിംഗ് പോർട്ടായിരുന്നു ഇത്. ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ട്രേഡ് ടൂറിസമാണ്. എങ്കിലും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ഒരു എവിഡൻസ് ഇവിടെ എല്ലായിടത്തും കാണാം. ചൈനയും ജപ്പാനും ആയിരുന്നു ഇവിടുത്തെ മെയിൻ ട്രേഡേഴ്സ്. അവരാണ് ലാന്റേൺസ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ലാന്റേൺസ് ഹൊയാന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമായി തന്നെ മാറി. എല്ലാ മാസവും ഫുൾ മൂണിന്റെ ഇവിടെ ലാന്റേൺ ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട്. ഞങ്ങളും ഈ റിവറിലൂടെ ലാന്റേൺ ബോട്ട് റൈഡ് ചെയ്യുകയാണ്. ദിസ് ഇസ് എ വെരി യുണീക്ക് എക്സ്പീരിയൻസ്. Must try in Hoi An. ലാന്റേൺസ് കത്തിച്ച് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിച്ച് പ്രാർത്ഥിച്ച് ഈ ലാന്റേൺസ് നമ്മൾ ഈ നദിയിൽ ഒഴുക്കും. നെക്സ്റ്റ് ഞങ്ങളുടെ ആക്ടിവിറ്റി ഈ ഒരു ഓൾഡ് ടൗണിലൂടെ ചുമ്മാ അങ്ങ് നടക്കലായിരുന്നു. ലാന്റേൺ സിറ്റി എന്നുള്ള പേര് എത്ര ആപ്റ്റാന്നുള്ളത് ഈ ഒരു വാക്കിംഗ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫുൾ സ്ട്രീറ്റ്സും ഷോപ്സും കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ ലാന്റേൺസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുവാണ്. ഇവിടെ വരുന്നവരെല്ലാവരും ഈ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ സീ സോ മെനി ഹാപ്പി ഫേസസ് ഓൾ അറൌണ്ട് ഹിയർ. ചില കഫേസിൽ അവർ ലൈവ് പെർഫോമൻസസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ആൻഡ് ഏഷ്യൻ ആർക്കിടെക്ചറൽ സ്റ്റൈലിലുള്ള ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ഈ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ ശരിക്കും ഒരു ലിവിംഗ് മ്യൂസിയം കാണുന്നത് പോലെയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി പെഡസ്ട്രിയൻ സ്ട്രീറ്റ്സ് ആണ്. കാറുകളോ വലിയ വണ്ടികളോ ഒന്നും ഇവിടെ കടത്തിവിടില്ല. എപ്പോഴെങ്കിലും ടൂ വീലേഴ്സ് പോകുന്നത് കാണാം. സോ നമുക്ക് എൻജോയ് ചെയ്ത് കെയർ ഫ്രീ ആയിട്ട് നടക്കാം. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കുറെ ഫുഡ് ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്തായിരുന്നു, മെയിൻലി സ്ട്രീറ്റ് ഫുഡ്സ്. ഇപ്പോൾ ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് സ്മോക്ക്ഡ് ഐസ്ക്രീം ട്രൈ ചെയ്യുകയാണ്. എങ്ങനെയുണ്ട്?
പിന്നെ നമ്മളിവിടെ ട്രൈ ചെയ്തത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബനാന പാൻ കേക്ക്, മാംഗോ പാൻ കേക്ക് വിത്ത് ന്യൂട്ടെല്ല ടോപ്പിംഗ്. ബനാനയും മാംഗോയും ഒക്കെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പാൻ കേക്കിൻ്റെ കൂടെ ന്യൂട്ടെല്ല ടോപ്പിംഗ് കൂടി വന്നപ്പോഴുണ്ടല്ലോ, ഇറ്റ് വാസ് ഔട്ട് ഓഫ് ദ വേൾഡ്, വെരി ടേസ്റ്റി. പിന്നെ ഷോപ്പിങ്ങിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ എവിടെ ചെന്നാലും നമ്മൾ ബാർഗെയിൻ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. ഇവിടെ അത്രയ്ക്കും കത്തി വിലയാണ് ആദ്യം പറയുന്നത്. പിന്നെ ഇവിടെ ടൈലർ മെയ്ഡ് ഡ്രസ്സസ് കിട്ടുന്ന ഷോപ്പുകളുണ്ട്. അവിടെ നമ്മൾ ചെന്ന് മെഷർമെന്റ്സും അതുപോലെ പാറ്റേൺസ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 24 hours ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പൊ അങ്ങോട്ടൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ചില സ്ഥലങ്ങളിൽ ലാൻറ്റേൺ മേക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതും കൂടെ അറ്റൻഡ് ചെയ്യാം. നമ്മൾ ഹൊയാൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് എത്തിയത് ഇന്നലെ രാത്രി വളരെ ലേറ്റ് ആയിട്ടാണ്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ് ബാണ ഹിൽസിലോട്ട് ഡേ ട്രിപ്പ് പോയായിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്കും രാത്രിയായി. അപ്പോൾ ഡേ ടൈമിൽ നമ്മൾ ഹൊയാൻ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നാളെ രാവിലെ നമുക്ക് 8 മണിക്ക് ചെക്കൗട്ടാണ്. ഹൊയാനിൽ നിന്നും അടുത്ത സിറ്റിയിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. പക്ഷെ നാട്ടിൽ നിന്ന് വരുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഹൊയാൻ ഡേ ടൈമിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ഈ ചെറിയ ബിൽഡിങ്സും മഞ്ഞ ചുവരുകളും ബൊഗൈൻ വില്ലാസൊക്കെ കാണുവാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ താമസിക്കുന്നത് ഈ ഓൾഡ് ടൗണിന്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ്. വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങോട്ട്. അപ്പം ഞാൻ വിചാരിക്കുവാണ് നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഒരു മോർണിംഗ് വാക്കിന് വരാം. ബിക്കോസ് ഐ ലവ് ടു സീ ഹൊയാൻസ് ബ്യൂട്ടി ഇൻ ഡേ ലൈറ്റ്. അത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുന്നുള്ളൂ. ഹൊയാനിലെ ഫേമസ് ആയിട്ടുള്ള ജാപ്പനീസ് കവേർഡ് ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. 17th സെഞ്ചുറിയിലെ ജാപ്പനീസ് ട്രേഡേഴ്സ് ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ചൈനീസ് കമ്മ്യൂണിറ്റീനെയും ജാപ്പനീസ് കമ്മ്യൂണിറ്റീനെയും ഈസിലി കണക്ട് ചെയ്യാനായിട്ട് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ബ്രിഡ്ജാണിത്. ഇതിനകത്ത് തന്നെ നമുക്കൊരു ടെമ്പിൾ കാണാം. ഒരു ദിവസത്തിന്റെ പല സമയങ്ങളിൽ, അതായത് രാവിലെ, ഈവനിങ്, രാത്രി, ഈ സമയങ്ങളിലൊക്കെ ഡിഫറെന്റ് ഫേസസ് ആണ് ഹൊയാനുള്ളത്. ഈവനിങ് എങ്ങനെയാണ് നമ്മൾ കണ്ടു, ഫുൾ ലാൻഡേൺസ് ഒക്കെ കത്തിച്ച് ഒരു ഫെയറി ലാൻഡിലെത്തിയ പോലെ. ലേറ്റ് നൈറ്റ് ആവുമ്പോൾ ഇവിടുന്ന് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഒക്കെ പോകും, ലാൻഡേൺസ് ഒക്കെ അണയ്ക്കും. അതിനുശേഷം ഇവിടെ ഒരു പാർട്ടി സെറ്റപ്പാണ്. ആ സ്ട്രീറ്റ് വെൻഡേഴ്സിന്റെ പുറകിലായിട്ട് നമ്മൾ ഈവനിങ് ലാൻറ്റേൺ ബോട്ട് റൈഡ് ചെയ്തില്ലേ, ആ ഒരു റിവറാണ്. ഇപ്പോൾ അവിടെ ലാൻറ്റേൺസും കാണുന്നില്ല, ബോട്ട്സും കാണുന്നില്ല. ടോട്ടലി വേറൊരു വൈബാണ് ഇപ്പോൾ.
2 ദിവസം രാത്രിയാണ് നമ്മൾ ഹൊയാനിൽ സ്പെൻഡ് ചെയ്തത്. ഈ 2 ദിവസവും നമ്മൾ ബോബ് മാർലി എന്ന് പറഞ്ഞ ഈ ഒരു കഫേയിലോട്ടാണ് ഭക്ഷണം കഴിക്കാൻ വന്നത്. ഇപ്പൊ ലേറ്റ് നൈറ്റായി, എന്നാലും ലേഡീസ് ഇവിടെ ഭയങ്കര സേഫാണ്. നമ്മളെ നോക്കാനോ കമന്റ് ചെയ്യാനോ ശല്യം ചെയ്യാനോ ഇവിടെ ആരും വരില്ല. എല്ലാവരും സ്വന്തം കാര്യം നോക്കി അവരവരുടെ ലോകത്ത് ചില്ലിയുമാണ്. ഹൊയാനിലെ രാത്രി കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇനി നമുക്ക് നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇൻസ്റ്റാഗ്രാമബിൾ ഹൊയാൻ എങ്ങനെയാന്ന് കാണാം. സോ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു മോർണിംഗ് വാക്കിന് ഇറങ്ങിയിരിക്കുവാണ്. നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേൻ്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം പോലും ഇല്ല ഈ ഒരു ഏൻഷ്യൻ ടൗണിലോട്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. 7:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് ഹോം സ്റ്റേയിൽ എത്തണം, കാരണം ചെക്കൗട്ടാണ്. പ്രത്യേകിച്ച് ഒരു അജണ്ട ഒന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചുമ്മാ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു, കുറെ ആളുകളും പാട്ടും ബഹളങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ രാവിലെ ആയപ്പോൾ ആംബിയൻസ് മൊത്തത്തിൽ മാറിപ്പോയി. ഇവിടെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്സ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ടിക്കറ്റ് എടുത്ത് വേണം കയറുവാനായിട്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ്സ് ഉണ്ടെങ്കിൽ അവർ കൊണ്ടുപോകും. നമുക്ക് പക്ഷേ ഇവിടെ അതിനുള്ളൊരു സമയം കിട്ടിയില്ല. മെയിൻ സ്ട്രീറ്റിൽ നിന്നും ഇടവഴികളിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളാണിത്. മെയിൻ സ്ട്രീറ്റിൽ കഫേസും റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ് കൂടുതൽ. ഇങ്ങനെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഹൗസിംഗ് ഏരിയ ആയിട്ട് കാണാം. ഇന്നലെ ഈ ഒരു റിവറിലൂടെയാണ് നമ്മൾ ലാന്റേൺ ബോട്ട് റൈഡ് ചെയ്തത്. ആ സമയത്ത് ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇപ്പം ഇവിടെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. സൺറൈസ് ടൈമിൽ ഇവിടം കാണുവാനായിട്ട് നല്ല ഭംഗിയാണ്. ഗോൾഡൻ റേസ് എല്ലാം ഈ ബിൽഡിങ്ങിൽ വന്ന് തട്ടി ഒരു പ്രത്യേക ചാം. നമ്മുടെ നാട്ടിലെ മട്ടാഞ്ചേരിയിലുള്ള ജ്യൂസ് സ്ട്രീറ്റ് ആണ് ഇതിലൂടെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ ഇതുപോലെയുള്ള ബിൽഡിങ്സ് നമുക്ക് പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനിയിലും കാണാൻ പറ്റും. ഹൊയാനിൽ വന്നിട്ട് ഞാൻ കൂടുതലും ഇവിടെ യൂറോപ്യൻസിനെയാണ് കണ്ടിട്ടുള്ളത്. ഇന്ത്യൻസ് വളരെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ അടഞ്ഞു കിടക്കുന്ന ബിൽഡിങ്സ് എല്ലാം ഒന്നെങ്കിൽ സുവനീർ ഷോപ്സോ ഡ്രസ്സിന്റെ ഷോപ്സോ അല്ലെങ്കിൽ കഫേസ് ഒക്കെ ആയിരിക്കും. രാത്രി ആവുമ്പോഴാണ് ഇവിടെയൊക്കെ ലൈവ്ലി ആവുന്നത്. ഇന്ത്യയിലെ പിങ്ക് സിറ്റി ജയ്പൂർ പോലെ ഹൊയാൻ യെല്ലോ സിറ്റിയാണ്. എല്ലാ ബിൽഡിങ്സിനും ഒരു യൂണിഫോമിറ്റി ഉണ്ട്. എല്ലായിടത്തും ബൊഗൈൻവില്ലാസ് പടർത്തി കഴിച്ചിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ലാന്റേൺസും ഉണ്ട്. സ്ട്രീറ്റിന്റെ ഏറ്റവും അറ്റത്തെത്തിയപ്പോൾ ഇതുപോലെ ഒരു മോർണിംഗ് മാർക്കറ്റ് കണ്ടു. ഒറ്റയ്ക്കാണെങ്കിലും ഈ ഒരു മോർണിംഗ് വാക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റൊരു രാജ്യത്ത് അറിയാത്ത സ്ഥലത്ത് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഐ എം ഫീലിംഗ് പ്രൗഡ് ഓഫ് മൈസെൽഫ്. മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടാകും, പക്ഷേ ഐ എം ഫീലിംഗ് ഗുഡ് അബൌട്ട് ഇറ്റ്. ഇവിടെ പോട്ടറി പെയിന്റിംഗ് എക്സ്പീരിയൻസ് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഇവിടെ കുറെ ഇൻസ്റ്റാഗ്രാമബിൾ ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. രാവിലെ ആണെങ്കിൽ കൂടെ ചെറുതായിട്ട് ക്യൂ ഉണ്ട് ഫോട്ടോ എടുക്കുവാനായിട്ട്. ഈ കാണുന്നത് വിയറ്റ്നാമീസിന്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇവിടുത്തെ മറ്റൊരു ഇൻസ്റ്റാഗ്രാമബിൾ പ്ലേസ് ആണ്.
എനിക്ക് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ ആരുടെയെങ്കിലും അടുത്ത് ചോദിക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമെന്ന്. ഞങ്ങളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തു. അതിനുശേഷം ഞാൻ മുന്നിലോട്ട് വീണ്ടും നടന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു വിയറ്റ്നാമി ലേഡി ബാസ്ക്കറ്റ് നിറച്ച് ഫ്രൂട്ട്സും തലയിൽ വിയറ്റ്നാമി തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇവരുടെ അടിപൊളി ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാൻ പറ്റി. ഹൊയാൻ എന്ന ഈ കൊച്ചു സ്ഥലം ഇനിയും കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. എന്നോട് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾക്ക് വിയറ്റ്നാമിൽ പോകാനായിട്ട് ഒരു ചാൻസും കൂടെ തരാം, പക്ഷെ അവിടെ ഒരൊറ്റ സ്ഥലത്തേ പോകാൻ പറ്റുള്ളൂ എന്ന്, ഞാൻ ആദ്യം സെലക്ട് ചെയ്യുക ഹൊയാൻ ആയിരിക്കും. കാരണം അത്രയധികം പ്രിയപ്പെട്ടതായി കഴിഞ്ഞു ഹൊയാൻ. മോർണിംഗ് വാക്കിനിടയിൽ എടുത്ത കുറച്ച് പിക്സ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഹൊയാൻ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ വിയറ്റ്നാം സീരീസും എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.